23 വർഷം, കൃത്യമായി പറഞ്ഞാൽ 2046 ഫെബ്രുവരി 14 ഭൂമിയിലെ മനുഷ്യരെ എല്ലാവരെയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൗരയൂഥത്തിൽ ദശലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഒരു ചെറിയ അംശം മാത്രമേ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുള്ളതായി കണക്കാക്കുന്നത്. എന്നിരുന്നാലും കുറച്ചുനാൾ മുന്നേ നമ്മുടെ ഗ്രഹത്തിന് ഏറ്റവും അപകടകരമായ ഒന്നായി കാണപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹത്തെ അഥവാ ആസ്ട്രോയിഡിനെ നമ്മുടെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞതായി നാസ റിപ്പോർട്ട് ചെയ്തു. 2023 DW എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം 2023 ഫെബ്രുവരി 26 യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ആദ്യമായി നിരീക്ഷിച്ചത്. ഭൂമിയെ ബാധിക്കാൻ സാധ്യതയുള്ള ആകാശഗോളങ്ങളുടെ ഒരു റിസ്ക് ലിസ്റ്റിൽ നിലവിൽ പട്ടികയിലെ ഏറ്റവും അപകടകരമായ ചിഹ്നഗ്രഹമായി 2023 DW ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇത് ഭൂമിയിൽ പതിക്കുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായി ഒന്നും പറയാനാവില്ല. ഇനിയും നീണ്ട വിശകലനങ്ങൾക്കൊടുവിൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായ സഞ്ചാരപഥം കണക്കാക്കാനും ഭീഷണിയുടെ തോത് കണക്കാക്കാനും സാധിക്കുകയുള്ളൂ. യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രകാരം 2046 ഫെബ്രുവരി 14 ഇതിൻ്റെ ആദ്യകാല ആഘാത തീയതി. 2047 2051 ഇടയിൽ ഫെബ്രുവരി 14 തുടർന്നുള്ള തീയതികളിലുമാണ് ആഘാതം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് റിസ്ക് ലിസ്റ്റ് സൂചിപ്പിക്കുന്നു. നാസ ആസ്ട്രോയിഡ് വാച്ച് നൽകുന്ന വിവരം അനുസരിച്ച് ഈ ചിഹ്നഗ്രഹത്തിന് 49.29 മീറ്റർ വ്യാസമുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 0.12 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരത്താണ് ഇതുള്ളത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും സൂര്യൻ്റെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ അകലമാണ് ഈ യൂണിറ്റ്. സെക്കൻഡിൽ 24.64 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ചിഹ്നഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 271 ദിവസം കൊണ്ടാണ് ഇതിന് സൂര്യനെ ചുറ്റാനാവുന്നത്. ഭൂമിയുടെ സമീപത്തുകൂടി കടന്നു പോകുന്ന ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ഭീഷണിയാവുന്നവയായി കണക്കാക്കാറുണ്ട്. സാധാരണ നിലയിൽ ഇവ ഭൂമിയെ കടന്നു പോകുമെങ്കിലും അവയുടെ ഗതിമാറ്റ സാധ്യതയാണ് ഇങ്ങനെയൊരു ജാഗ്രതയ്ക്ക് പിന്നിൽ. 2023 DW ചിഹ്നഗ്രഹവും ആ രീതിയിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടിയിടി സാധ്യത ഇപ്പോഴില്ല. ഇനി ഈ ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇക്കാലം അത്രയും അതിന് വ്യക്തമായൊരു ഉത്തരം ഇല്ല എന്ന് തന്നെ പറയണം. എന്നാൽ കഴിഞ്ഞ വർഷം നാസ വിജയകരമായി പൂർത്തിയാക്കിയ ഡാർട്ട് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ദൗത്യം ഭൂമിക്ക് ഭീഷണി നൽകുന്ന ചിഹ്നഗ്രഹങ്ങളെ ഗതിമാറ്റി വിടാനാവുമെന്ന് കാണിച്ചു തന്നു. എന്തായാലും ഇതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. താങ്ക്